എന്തുകൊണ്ട് ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും ഇറാൻ പ്രതിരോധിച്ചില്ല? ഇറാൻ തന്റെ പക്കൽ ധാരാളം പ്രതിരോധ സംവിധാനങ്ങളുണ്ട്, പുതിയ തരം റഡാറുകൾ ഉണ്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഈ ആക്രമണത്തെ തടയാൻ സാധിച്ചില്ല എന്ന വ്യക്തമായൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇനിയുള്ള കാലത്ത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പ്രസക്തിയില്ല എന്ന് 100% വിളിച്ചറിയിക്കുന്നതാണ് ഇറാനിലെ ആക്രമണവും അതുപോലെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് ആണവ ബോംബറുകൾക്ക് നേരെയും ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ എത്ര ശക്തമായാലും തടുക്കാൻ കഴിയില്ല. കാരണം ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ നിഴലുകൾക്ക് താഴെ നിന്നാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഈ രീതി തന്നെയാണ് യൂറോപ്പ് ഉക്രൈൻ മുഖേന റഷ്യയിൽ പയറ്റിയത്. അത് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ഇറാനകത്തും നടത്തിയിരിക്കുന്നത്. ഇറാനകത്ത് മൊസാദ് സംവിധാനിച്ച ഡ്രോണുകളാണ് യഥാർത്ഥത്തിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെയെല്ലാം തൂത്തെറിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇറാഖിന്റെ വ്യോമ മേഖലയിൽ നിന്ന് ഏകദേശം ഇറാന്റെ വ്യോമ മേഖലയിൽ നിന്നും 90 കിലോമീറ്റർ അകലെ വരെ മാത്രമാണ് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ വന്നത്. ഈ യുദ്ധവിമാനങ്ങൾ 90 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയത്. പക്ഷെ ഈ മിസൈലുകളെ തടുക്കാനൊന്നും ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. കാരണം അപ്പോഴേക്കും ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ നിഴലുകൾക്ക് താഴെ നിന്ന് തന്നെ മൊസാദിന്റെ ഡ്രോണുകൾ പ്രതിരോധ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ GPS തടസ്സപ്പെടുത്തുക, പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളും എന്നൊക്കെ പറയുന്നത് ഒരു പ്രസക്തമല്ലാത്ത കാര്യമായി മാറിയെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഏറ്റവും ശക്തമായ ഇന്റലിജൻസും മാത്രമല്ല ഓരോ രാഷ്ട്രങ്ങൾക്ക് ഉള്ളിൽ സംവിധാനിക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങളും കെണിവലകളുമാണ് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രത്തെ തകർത്തെറിയാൻ ഏറ്റവും അനുയോജ്യമായ സൈനിക നീക്കമെന്ന് ഇതെല്ലാം വിളിച്ചറിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇറാനോട് ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നു, ഞങ്ങളുടെ മേൽ തുറക്കപ്പെട്ട് കിടക്കുകയാണ് നിങ്ങളുടെ ആകാശം. അതുകൊണ്ട് ഇനി തിരിച്ചടിക്കാൻ നിൽക്കരുത്. ഈ ആണവ കേന്ദ്രങ്ങൾ ഞങ്ങൾ തകർത്ത് ഇനി തിരിച്ചടിക്കാനില്ലെങ്കിൽ ബാക്കിയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഞങ്ങൾ തകർക്കില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങളും അടിച്ചു തകർക്കും, സാമ്പത്തിക സോഴ്സുകളൊക്കെ തകർക്കുമെന്നാണ്. അതുകൊണ്ട് ഉടനെ ചർച്ചയ്ക്ക് തയ്യാറാവുക, മാത്രമല്ല ശക്തമായ തിരിച്ചടികളിൽ നിന്ന് നിങ്ങൾ ഒഴിവാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചിന്തിക്കേണ്ട കാര്യം, ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനം എന്നറിയപ്പെടുന്നത് റഷ്യയുടെ S-500 S-400 ഒക്കെയാണ്. പക്ഷേ ഈ സംവിധാനങ്ങൾ ഒരുക്കി വെച്ച റഷ്യയിലാണ് ഈ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത്. ചില ആളുകൾ പറഞ്ഞു അത് റഷ്യക്ക് അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ അത്ര തന്നെ കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന്. ഇവരെ കുറിച്ചൊക്കെ മണ്ടന്മാർ എന്നല്ലാതെ എന്താണ് പറയുക? ആ സംവിധാനങ്ങൾ ഏത് രൂപത്തിലെല്ലാം ഉപയോഗിക്കാം, അതിനെ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം എന്ന കാര്യം റഷ്യയോളം അറിയുന്ന, മാത്രമല്ല അതിന് എന്തൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ട് എന്നതും ഏറ്റവും കൂടുതൽ അറിയുന്നത് റഷ്യക്ക് തന്നെയാണ്. അതിന് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തതായിരുന്നില്ല പ്രശ്നം. റഷ്യയുടെ ഈ സംവിധാനങ്ങളുടെ താഴെ നിന്നായിരുന്നു ഈ ഡ്രോണുകൾ ആക്രമിച്ചത്. കിലോമീറ്ററുകൾ മാത്രം ദൂരെ നിന്ന് വലിയ ട്രക്കുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കണ്ടെയ്നറുകൾ, ഇത് കണ്ടാൽ ചരക്കുകൾ നീക്കുന്ന വാഹനമായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ആ കണ്ടെയ്നറുകൾക്കുള്ളിൽ നിന്നാണ് റഷ്യയെ അമ്പരപ്പിച്ച, റഷ്യയെ ഏറ്റവും കൂടുതൽ വലിയ പരാജയത്തിലേക്ക് നയിച്ച ഈ ആക്രമണം നടത്താനുള്ള ഡ്രോണുകൾ ഉയർന്നു പോയത്. ഇതെല്ലാം ഈ പ്രതിരോധ സംവിധാനത്തിന്റെ നേരെ താഴെ നിന്നായതുകൊണ്ട് അതിനെ റഡാറുകൾ കണ്ടെത്തുകയോ അല്ലെങ്കിൽ പ്രതിരോധിക്കുകയോ ചെയ്യുക എന്നത് പ്രസക്തമല്ല. ഏതായാലും ഇനിയുള്ള കാലം ഡ്രോണുകളുടേത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എന്നാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ഒരു ദീർഘദൂരം ആക്രമിക്കുക എന്നതും അത്ര പ്രസക്തമല്ലാതെ ആയിരിക്കുകയാണ്. കാരണം ഇത് ഡ്രോണുകൾക്ക് മിസൈലുകളുടെ അത്ര വേഗത ലഭിക്കുകയില്ല. മണിക്കൂറുകളോളം ഓരോ ലക്ഷ്യത്തിലേക്കും എത്താൻ സമയമെടുക്കും. അപ്പോഴേക്ക് വഴിയിൽ വെച്ച് തന്നെ അതിനെ തകർക്കാൻ യുദ്ധവിമാനങ്ങൾക്ക് സാധ്യമാവുകയും ചെയ്യും. എന്നാൽ ഏത് രാഷ്ട്രത്തെയാണോ ആക്രമിക്കുന്നത് ആ രാഷ്ട്രത്തിന്റെ ടെറിറ്ററിക്കുള്ളിൽ ഇത് സംവിധാനിക്കുക എന്നതാണ് ഇപ്പോഴത്തെ പുതിയ തന്ത്രം എന്നത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനു വേണ്ടി തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഒക്കെ ഓരോ രാഷ്ട്രങ്ങളിലും റിബൽ ഗ്രൂപ്പുകളെ, ഏതെങ്കിലുമൊക്കെ സായുധ സംഘങ്ങളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സംഘങ്ങൾ മതി ഈ ഡ്രോണുകളും സംവിധാനങ്ങളും കൈകാര്യം ചെയ്യാൻ. അവരെ ഉപയോഗപ്പെടുത്തി വലിയ രൂപത്തിലുള്ള ചാരപ്രവൃത്തി സാധ്യമാകും. യഥാർത്ഥത്തിൽ അവരൊന്നും സായുധ സംഘങ്ങളോ അവർക്ക് പ്രത്യേകമായ ലക്ഷ്യങ്ങളോ അല്ല. അവരെല്ലാം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ചാരന്മാരായി ആവശ്യമുള്ള സമയത്ത് കൃത്യമായ വർക്കുകൾ ചെയ്യാൻ വേണ്ടി
ഉപയോഗിക്കപ്പെടുന്ന വിഭാഗങ്ങളാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് ശക്തമായ തിരിച്ചടി ഉണ്ടാകും. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കപ്പുറം എങ്ങനെയായിരിക്കും ഇറാൻ തിരിച്ചടിക്കുക എന്നത് ലോകം കാണാൻ പോകുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷെ ആ ഇറാന്റെ ആക്രമണത്തെ ഇസ്രായേലും ഭയപ്പെടുന്നുണ്ട്. ശക്തമായ രൂപത്തിലുള്ള നിർദ്ദേശം പൗരന്മാർക്ക് നൽകി. മാത്രമല്ല ഇറാൻ ഇസ്രായേലിനകത്തുള്ള പല സംവിധാനങ്ങളുടെയും സോഫ്റ്റ്വെയറുകൾ ഹാക്ക് ചെയ്തു എന്ന വിവരം വരുന്നു. പ്രത്യേകമായി ആളുകൾക്ക് ആക്രമണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്ന സൈറൻ മുഴങ്ങുന്ന സംവിധാനങ്ങളെ ഹാക്ക് ചെയ്തു എന്ന് വാർത്ത വരുന്നു. അങ്ങനെയാകുമ്പോൾ മിസൈലുകൾ കടന്നു വരുമ്പോൾ സൈറൻ ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അപായം സംഭവിക്കുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഇസ്രായേലിനറിയാം. അവരുടെ ബിൻഗറിയൻ എയർപോർട്ട് അടക്കമുള്ള എയർപോർട്ടുകളിൽ നിന്നും യാത്രാ വിമാനങ്ങളെല്ലാം ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന വാർത്തയും വരുന്നു. അഥവാ ഇറാന്റെ ശക്തമായ മിസൈൽ ആക്രമണവും തിരിച്ചടിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പക്ഷെ അത്തരമൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാനുള്ള ശക്തമായ വാർണിങ്ങുകളാണ് ഇപ്പോൾ ഇറാന് നൽകുന്നത്. ഞങ്ങൾ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ നിങ്ങൾക്ക് ചർച്ചയ്ക്ക് സമയം തരുന്നു. ഇതിന് നിങ്ങൾ വഴങ്ങിയിട്ടില്ല എങ്കിൽ, തിരിച്ചടിക്ക് മുഴുകുകയാണെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകും, ഇനിയും പലരെയും കൊന്നുകളയും എന്ന ഭീഷണിയാണ് ട്രംപും ഇസ്രായേലും ഇപ്പോൾ ഒരുപോലെ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഭീഷണിക്ക് വഴങ്ങി ഇറാൻ ഒരു ഭാഗത്ത് മാറി നിൽക്കുമോ, അതല്ല ശക്തമായ തിരിച്ചടി ഇസ്രായേലിന് നൽകുമോ എന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്.